ചോറും ചപ്പാത്തിയും ഒന്ന് മാറ്റിവെച്ച് ഒരാഴ്ച ഈ ഹൈ പ്രോട്ടീൻ റോസ്റ്റഡ് സോയ ചങ്ക് സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം ഈ ഹൈ പ്രോട്ടീൻ സാലഡ്. എന്താ ഇത്ര വെജിറ്റബിൾസും 1 കപ്പ് സോയാബീനുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കട്ടൊക്കെ ചെയ്ത് ക്ലീൻ ആക്കിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് സോയാബീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ 1 സ്പൂണ് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. 1/4 സ്പൂണ് ചില്ലി പൗഡർ, 1/4 സ്പൂണ് ടർമറിക് പൗഡർ, ചാറ്റ് മസാലയാണ് 1/4 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതാ നമ്മുടെ സോയാ ചങ്ക്സ് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാലഡ് നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ക്യാബേജാണ് ചേർത്തിരിക്കുന്നത്. ഒണിയൻ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 95% വാട്ടർ കണ്ടൻറ്റും ഹൈ ഫൈബറുമായിട്ടുള്ള നമ്മുടെ ക്യുക്കുംബറാണ് 1 കപ്പാണ് ചേർക്കുന്നത്. ഇനി ഞാൻ അടുത്ത് ചേർക്കുന്നത് ബോയിൽഡ് സ്വീറ്റ് കോൺ ആണ്. സ്വീറ്റ് കോൺ ചേർക്കുന്നത് സാലഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകും. അടുത്തതായിട്ട് 1 കപ്പ് ചെറി ടൊമാറ്റോ ആണ് ചേർക്കുന്നത്. ഞാനത് ഒരുപാട് കുഞ്ഞായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നിച്ചു. അങ്ങനെയാണ് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ക്രിസ്പി ആയിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഹൈ പ്രോട്ടീൻ സോയ ചങ്ക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രസ്സിങ്ങും ഹൈ പ്രോട്ടീൻ ഡ്രസ്സിങ് ആണ് കേട്ടോ. 1 കപ്പ് റോസ്റ്റഡ് മഖാനയാണ് ചേർക്കുന്നത്. നമ്മളുടെ സൂര്യകാന്തി പൂവിൻ്റെ സീഡ്. എരിവിനായിട്ട് 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. 1/4 സ്പൂണ് കുരുമുളക് പൊടിയാണ്. 1 സ്പൂൺ ഹണി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ഒലിവ് ഓയിൽ. ഇതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. അതെനിക്ക് ഈ ക്ലിപ്പിൽ കിട്ടിയിട്ടില്ല. നിങ്ങളുണ്ടാക്കുമ്പോൾ ലെമൺ ജ്യൂസ് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. 2 സ്പൂണ് ഗ്രീക്ക് യോഗേർട്ടും 1 പിടി മല്ലിയിലയും 1-2 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമ്മളുടെ ക്രീമി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ സാലഡ് ഡ്രസ്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല സ്പൈസി ഇതിനകത്തുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ചില്ലി പൗഡർ ഇട്ടായിരുന്നു. പെപ്പർ പൗഡർ വന്നിട്ടുണ്ട്. ഒരു ഗ്രീൻ ചില്ലി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒന്നും ഇട്ട് കൊടുക്കണ്ട. സാലഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മൈക്രോ ഗ്രീൻസ് ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും. അറ്റ് പ്രസൻറ്റ് എൻ്റെ കയ്യിൽ മൈക്രോ ഗ്രീൻസിൻ്റെ സ്റ്റോക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു സിമ്പിളായിട്ട് മൈക്രോ ഗ്രീൻസ് വീട്ടിൽ ചെയ്യുന്ന വീഡിയോ. നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾക്ക് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ക്രീമി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വൈകിട്ട് 7 മണിക്ക് മുമ്പ് അത്താഴം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. അരമണിക്കൂറെങ്കിലും നടത്തം അല്ലെങ്കിൽ നല്ലപോലെ എക്സസൈസ് ചെയ്യുക. വെറുതെ വാരി വലിച്ച് നമ്മൾ ചോറും ചപ്പാത്തിയും ഒക്കെ കഴിക്കാതെ ഇതുപോലെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള സാലഡ് റെസിപ്പീസൊക്കെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ സാലഡാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.